കുറച്ച് അധികമായി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനും സമയം കിട്ടിയിട്ടില്ല. വേറെ കുറേ വീഡിയോസ് വന്നതുകൊണ്ട് അതിൻ്റെ പുറകിലായിരുന്നു കേട്ടോ. മഹാശിവരാത്രി കഴിഞ്ഞിട്ട് കുറച്ച് അധികം നാളായിട്ടുണ്ടെങ്കിൽ പോലും ഇന്നാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ, എഡിറ്റ് ചെയ്യാനുള്ളൊരു ഉന്മേഷമൊക്കെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് മെയിൻ പരിപാടികളൊന്നും ഇല്ലെങ്കിലും ഈ തെണ്ടി നടക്കുന്നത് എൻ്റെ ഹോബി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കും കേട്ടോ. പിന്നെ ഇതൊന്നും സാധനങ്ങൾ നമ്മൾ മേടിക്കണമൊന്നുമില്ല, ഞാൻ വെറുതെ നോക്കുവാണ്. കാരണം എനിക്ക് ഈ തിളങ്ങുന്ന വസ്തുക്കൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ മുത്തും കല്ലും പാദസരവും അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതൊക്കെ തന്നെ. പാദസരത്തിന് ഞാൻ വിലയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവർ 150-180 രൂപയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞു മാലകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് യൂസ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനതൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഹൈഡ്രജൻ ബലൂണാണ് കേട്ടോ. പണ്ട് ഇമാതിരി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ബലൂണിന് വേണ്ടി എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? എൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ 90 കിഡ്സ് ആണെന്ന്. അല്ല കേട്ടോ, ഞാൻ 2K കിഡ്സ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു സമയത്തൊക്കെയും നമുക്കൊരു ആപ്പിൾ ബലൂൺ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഓഫ് ഇല്ലായിരുന്നു, അത് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴല്ലേ ഈ ഹൈഡ്രജൻ ബലൂണൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത് തന്നെ. ഇത് കണ്ടപ്പോഴാണ് പണ്ട് പറ്റിയൊരു അമിള് എനിക്ക് ഓർമ്മ വന്നത്. കാരണം നാളെ ഞാൻ ഒരു പൂരപ്പറമ്പിൽ നിന്ന് ഒരു ഓടക്കുഴൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ഊതാൻ പറ്റുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായത് അതിന് പ്രത്യേക ഒരു കഴിവൊക്കെ വേണമെന്നേ, എന്നാലേ ഊതാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഈ കാണുന്ന പഞ്ഞിപ്പൂടേനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. മദാമ പൂടാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെന്നേ. ഞങ്ങൾ വിചാരിച്ചു മദാമിന് ശരിക്കത്തെ പൂടയായിരിക്കും എന്നുള്ളത്. അങ്ങനെ കുറേ കാലം നമ്മൾ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട്, പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഈ വള്ളത്തിൽ ഞാൻ പണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുള്ള പൂതി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം തല കറങ്ങിയിട്ട് പണ്ടാരടങ്ങും. അതേപോലെ തന്നെ ഒരു വള്ളം പോലെ ഇരിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ല പേടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പല ടൈപ്പ് ഓഫ് ബലൂൺസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ വെറൈറ്റീസ് ആണല്ലേ പിള്ളേരെ പറ്റിക്കാൻ, അല്ലാതെ ഇപ്പം എന്താ പറയുക. ഇത് ഉപയോഗിച്ച് നമുക്ക് തലയിൽ കിരീടം പോലെ വെക്കാം കേട്ടോ. പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേ കുട്ടി അത് വെച്ചിട്ട് കളിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. പിന്നെ അത്യാവശ്യം തിക്കും തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് പിടിച്ചിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവനേക്കാൾ ശരിക്കും പറഞ്ഞാൽ പൊക്കമുണ്ട് കേട്ടോ ആ ഒരു ബലൂണിന്. പക്ഷേ ആളിതേ മുകളിലേക്ക് ഇട്ടിട്ട് അത് പൊങ്ങി പോണ പോലും ഇല്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഇതേ ബാക്കിലൂടെയൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ കണ്ടൊരു കാഴ്ച അതേ ഈ ഒരു റിങ്ങിലൂടെ എല്ലാവരും ബൈക്ക് ഓടിച്ച് പോകുന്നതാണ് കേട്ടോ. ഇതിനകത്ത് ഒരുത്തനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ലക്കാന്ന് ഞാൻ പറയുള്ളൂ. കാരണം സ്ലേറ്റും പെൻസിലും മേടിച്ചു തരാഞ്ഞിട്ട് കരഞ്ഞിട്ടുള്ള ഒരു ബാല്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഒരു സങ്കടം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് വഴി എഴുതാനും മറക്കരുതേ. കുട്ടികൾ മെയിൻ ആയതുകൊണ്ട് ഞാനൊരു ഫോട്ടോയും കൂടി അവരുടെ ഒപ്പം നിന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക.